സർ, ഏറെ വിവാദങ്ങൾക്ക് ശേഷം കെ സുധാകരൻ ഒന്നടങ്ങി. ടി.ഒ. മോഹനൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി വന്നു. മറ്റൊന്ന് കടന്നപ്പള്ളി രാമേന്ദ്രനാണ്. എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി ബി.ജെ.പിയിലെ രഘുനാഥ്. കണ്ണൂർ ഈ പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമാണ്. ആൾക്കാർക്ക് കൗതുകമുണ്ട്. കടന്നപ്പള്ളിയിൽ നിന്നും ഇത് ഇക്കുറിയെങ്കിലും മാറുമോ? കേവലമായ ഭൂരിപക്ഷമായിരുന്നു 16-ലും 21-ലും കടന്നപ്പള്ളിക്ക് ലഭിച്ചത്. എന്താണ് അവിടുത്തെ സാഹചര്യം? സാറേ, കണ്ണൂരെന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. കോൺഗ്രസിൻ്റെ സ്വാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിൽ കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം ഫ്രീസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. സാർ പറഞ്ഞു തൽക്കാലം ഒന്ന് അടങ്ങി എന്നുള്ള വാക്കാണല്ലോ സാർ ഉപയോഗിച്ചത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആവതില്ലാത്തവന് കോപം വന്നാൽ ചാവതേ ഫലം. ഇതാണ്. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരോഗ്യവും ശേഷിയും ക്ഷേമുഷിയും ജനസ്വാധീനവും ഒക്കെ ഉള്ള സമയത്ത് കോപം വന്നാൽ സ്ഥിതി ഇതല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ സുധാകരന് കോപം വന്നാൽ സുധാകരൻ പരാജയപ്പെടത്തേ ഉള്ളൂ. അത് സുധാകരൻ മനസ്സിലാക്കി. അങ്ങനെയാണ് സുധാകരന് റിവേഴ്സ് ഗിയർ ഇട്ടത്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് ശക്തൻ സുധാകരനേക്കാൾ വി.ഡി. സതീശനാണ്. അതൊരു ഫാക്റ്റാണ്. നമ്മൾ ഫാക്റ്റ് അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സതീശൻ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു. രണ്ടാമത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പാർട്ടിയും കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതിൽ ആ ഒരു പോളിസിയിൽ ഉറച്ചു നിന്നു. പിന്നെ സുധാകരന് മുന്നേ 2 ഓപ്ഷൻ ഉള്ളായിരുന്നു. കോൺഗ്രസിനെ ധിക്കരിച്ച് അദ്ദേഹം ഒന്നിൽ പ്രത്യേക പാർട്ടി ഉണ്ടാക്കണം, അല്ലെ അദ്ദേഹം കണ്ണൂർ മത്സരിക്കണം. അദ്ദേഹം കണ്ണൂർ മത്സരിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് ഉണ്ടായില്ലേ പറ്റുള്ളൂ. അതിലെ കോൺഗ്രസിൻ്റെ രീതി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ സുധാകരൻ വല്ലാതെ ഒറ്റപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണ്. അത് നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചിട്ട് എന്ത് കാര്യമിരിക്കുന്നു. സ്വാഭാവികമായി നമ്മൾ നിരീക്ഷിച്ചാൽ UDF അധികാരത്തിൽ വരാനാണ് സാധ്യത. ഈ സതീശൻ പറയുന്ന പോലെ 100 സീറ്റും ഒന്നും കിട്ടി UDF വരുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതൊരു പൊള്ളയായ അവകാശമാണ്. അദ്ദേഹം തന്നെ ജോണി ലൂക്കോസുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞല്ലോ 100 സീറ്റെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനൊരു ചോദിച്ചപ്പോൾ പിന്നെ നമ്മുടെ അണികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാനാണ് അങ്ങനെ പറഞ്ഞതെന്ന് സതീശൻ പറയുന്നു. പിന്നെ ഇത് വി.ഡി. സതീശൻ പറയുന്നു. അതായത് അണികൾക്ക് ആവേശം ഉണ്ടാക്കാനാണ് 100 സീറ്റെന്ന് പറഞ്ഞു. 100 സീറ്റെന്ന് പറഞ്ഞതിനകത്ത് തനിക്ക് ആത്മവിശ്വാസം ഇല്ല, അണിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കണം. അത് അദ്ദേഹം ക്ലിയറായിട്ട് പറഞ്ഞല്ലോ. അപ്പം 100 സീറ്റെന്നുള്ള ടാർഗറ്റിൽ നിന്ന് കോൺഗ്രസ് പുറകോട്ട് പോയി എന്ന് പറയുമ്പോൾ നിയമസഭ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഈ പറയുന്ന പോലെ കോൺഗ്രസ്സിന് പിന്നെ ഈസി വാക്ക് ഓവറൊന്നും അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നി തുടങ്ങി. അതിൻ്റെ ഭാഗമാണ് ഡീലിനെ കുറിച്ചുള്ള ആരോപണം. അവർ ഈ CPM BJP ഡീൽ എന്ന് അവർ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ സാറേ. ആർഗ്യുമെൻ്റ് കൺവിൻസിങ് ആയിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ ഇല്ലാന്നടിച്ചിട്ടൊന്നും കാര്യമില്ല. പറഞ്ഞ ഒരു കാര്യം, കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ BJPയും സുരേഷ് ഗോപിയും സ്വീകരിച്ച നിലപാടിൽ നിന്ന് പുറകോട്ട് പോയില്ലേ? അതൊരു ചോദ്യമാണല്ലോ. കരുവന്നൂർ ബാങ്കിനകത്ത് പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ഇടതുപക്ഷം വന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് ഈ ബാങ്കിൽ വോട്ട് ചെയ്യുന്ന പാവങ്ങളെക്കുറിച്ച് നമ്മൾ സഹതപിക്കുകയല്ല എന്താ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥി പ്രബലരായ ആളുകൾ കാണില്ലായിരിക്കാം. എന്തായാലും ശരി, കരുവന്നൂർ ബാങ്കിൽ അഴിമതി നടത്തിയവരെ കയ്യാമം വെച്ച് അറസ്റ്റ് ചെയ്യാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വാസ്തവം പകലുപോലെ ഇവിടെ നിൽക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങളോടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഡീലുണ്ട് എന്നൊരു തോന്നൽ ജനിപ്പിക്കാൻ അവർ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ്, അതായത് പിണറായി വിജയനുള്ള കേസുകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നു. പല മുഖ്യമന്ത്രിമാരെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിസ്സാരമായ ആരോപണങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പിണറായി വിജയനോട് സൗമനസ്യം കാണിക്കുന്നു. അദ്ദേഹം ഒട്ടേറെ കേസിൽ പ്രതിസ്ഥാനത്ത് വന്നിട്ടും ആരോപണ വിധേയനായിട്ടും ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമോ സത്യസന്ധമോ ത്വരിതഗതിയിലുള്ള ഒരു അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അലംഭാവം കാണിക്കുന്നു. ഇതൊക്കെയാണല്ലോ അവരുടെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമ്മുടെ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം ചെറുപ്പക്കാരാണ്. പിന്നെ കേരളം എന്ന് പറയുന്നത് കൃത്യമായി ആളുകൾ ബോധ്യമുള്ള ആളുകളല്ലേ അവരല്ലേ ഇത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഡീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുകമറ സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് വി.ഡി. സതീശന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഡീലുണ്ട്. നമ്മൾ മഞ്ചേശ്വരത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ ക്ലിയറാണ്. CPMും കോൺഗ്രസുമായിട്ട് ഡീല് മഞ്ചേശ്വരത്തുണ്ട്, പലയിടത്തും ഉണ്ട്. പക്ഷേ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ വി.ഡി. സതീശന് ഫലപ്രദമായി കഴിഞ്ഞു.
അതിനെ വസ്തുതകൾ വെച്ച് നിഷേധിക്കുവാനും ശരിക്കും പറഞ്ഞാൽ CPM-നും കഴിഞ്ഞില്ല, BJP-ക്കും കഴിഞ്ഞില്ല. അതാണ് ഒരു ഭാഗം. അപ്പോൾ കണ്ണൂരിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ വരുന്നത്. കണ്ണൂർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കൃത്യം ചിത്രം തെളിയുമ്പോൾ ടി.ഒ. മോഹനല്ലേ സ്ഥാനാർത്ഥി. പിന്നെ പഴയതുപോലെ കടന്നപ്പള്ളി രാമചന്ദ്രന് വീണ്ടും ഇക്കുറി മത്സരിക്കുകയാണ്. പിന്നെ ഒരു C. രഘുനാഥ്, അദ്ദേഹമാണല്ലോ BJP-യുടെ സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് 3-ാം തവണയാണ് അദ്ദേഹം മത്സരിക്കാൻ നടക്കുന്നത്. ആര്? ഈ രഘുനാഥ്. അത് തൊട്ട് മുമ്പൊക്കെ അദ്ദേഹത്തിന് മത്സരിച്ച് പരിചയമുണ്ട്. ഇതിനകത്ത് മറ്റൊരു ചോദ്യം കൂടി എനിക്കുള്ളത്, സുധാകരൻ അതൃപ്തനായ സുധാകരൻ്റെ ഒരു സുധാകരൻ മാത്രമല്ല, തൊട്ട് കൂടെ നിൽക്കുന്ന അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു സീറ്റാണ് കണ്ണൂർ. എത്രയൊക്കെ പറഞ്ഞാലും ടി.ഒ. മോഹനാണ് നിൽക്കുന്നില്ലെന്ന് പറയുന്നില്ല, അദ്ദേഹത്തിനും വളരെ പ്രിയപ്പെട്ടവനാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി സുധാകരനിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ ഫലം വരുന്നത് വരെ കാത്തിരിക്കട്ടെ. സാറേ, ഇതിനകത്ത് സുധാകരൻ നിന്നാൽ ആളുകൾ വോട്ട് ചെയ്യും. സുധാകരന് ഒരാളുടെ മനസ്സിൽ പിണക്കം തോന്നി, അതുകൊണ്ടായി വോട്ട് ചെയ്യേണ്ടതെന്ന് സുധാകരൻ പറഞ്ഞ ചെയ്യത്തക്ക പമ്പര വിട്ടുകളാണ് പിന്നെ ഈ കണ്ണൂർക്കാർ. സുധാകരന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ വോട്ട് ചെയ്യും. എത്ര പേര് കാണും അദ്ദേഹത്തിൻ്റെ പറഞ്ഞ കണ്ണോടെ വോട്ട് ചെയ്യുന്ന ആളുകൾ? 100-100 പേരിക്കുള്ളൊന്നും വരില്ല സാറേ. സുധാകരനെ അംഗീകരിക്കുന്ന, സുധാകരൻ നിന്നാൽ സുധാകരൻ വോട്ട് ചെയ്യും. സുധാകരൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യത്തക്ക വിധത്തിൽ മണ്ടന്മാരൊന്നുമില്ല. അതിലൊന്നും സുധാകരൻ അങ്ങനെയൊന്നും വിചാരിച്ചാലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോഴേ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ആ വികാരം കോൺഗ്രസിന് അനുകൂലമാണെന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ സുധാകരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടോ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അപ്രിയം കൊണ്ടോ ഒന്നും കഴിയില്ല. അതൊക്കെ നമ്മുടെ വെളിയിൽ നിന്നുള്ളവരും തോന്നൽ മാത്രമാണ്. അതൊന്നും നടക്കില്ല. അവിടെ ടി.ഒ. മോഹനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. അദ്ദേഹം മേയറായിരുന്നു. 2, കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇനി റിട്ടയർ ചെയ്യണ്ടേ? ഇനിയും കടന്നപ്പള്ളി രാമചന്ദ്രനൊക്കെ രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് ഗോതായിൽ വരിക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ആസ് എ പൊളിറ്റിക്കൽ ലീഡർ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് കടന്നപ്പള്ളി രാമചന്ദ്രനെ. ഒരു ജാടയില്ല, അഹങ്കാരമില്ല, ആർക്കും എപ്പോഴും അപ്രോച്ചബിളാണ്. അദ്ദേഹം ഒരു പരമ്പരാഗത കോൺഗ്രസ് ശൈലി കൈവിടാതെ സൂക്ഷിക്കുന്ന ഒരാളാണ്. പണ്ട് ചെറുപ്പകാലത്ത് E.K. നായരെ തോൽപ്പിച്ചിട്ടാണ് E.K. നായരെ തോൽപ്പിച്ചു വന്ന ആളാണ്. സത്യത്തിന് കോൺഗ്രസിലൊക്കെ അദ്ദേഹം KPCC പ്രസിഡന്റോ കേന്ദ്രമന്ത്രിയോ ഒക്കെ ആകേണ്ട ആളാണ്. അതെ. പക്ഷേ ഇടതുപക്ഷത്തോട് പോയപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തത്, ഇടതുപക്ഷത്തിൻ്റെ കഷ്ടകാലത്തും നല്ല കാലത്തും കടന്നപ്പള്ളി മാറിയില്ല. അതൊരു കടന്നപ്പള്ളിയുടെ ഒരു മെറിറ്റല്ല. അദ്ദേഹം അവിടെ തന്നെ ഉറച്ചു നിന്നു. പക്ഷേ ആളുകൾ കുറേ കഴിയുമ്പോഴത്തേക്കും മടുക്കത്തില്ലേ സാറേ? തന്നെയല്ല, അദ്ദേഹം മന്ത്രിയായിരുന്നു. ഈ മന്ത്രിസഭയിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരു മന്ത്രി ഉണ്ടെന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാം? ഒരു നിശബ്ദ സാന്നിധ്യമല്ലായിരുന്നു അദ്ദേഹം. വല്ല മന്ത്രിസഭയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു, ശക്തമായി രംഗത്ത് വന്നു, അത് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. മന്ത്രിസഭയിൽ വന്ന് എന്തെങ്കിലും ചെയ്യുകയും ശക്തമായൊരു സാന്നിധ്യമായി വരികയായിരുന്നെങ്കിൽ മത്സരിക്കാൻ പറ്റുമായിരുന്നില്ല. അതാ വേറെ കാര്യം. ഈ കടന്നപ്പള്ളി രാമചന്ദ്രന് പിന്നെ ശശീന്ദ്രൻ പറഞ്ഞൊരാൾ പിന്നെ കോഴിക്കോട് മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മന്ത്രി കസേരയിൽ ഇരുന്ന് സ്വർഗാരോഹണം നടക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സ്വർഗാരോഹണം നടക്കുമ്പോൾ മന്ത്രി കസേരയിൽ തന്നെ ഇരിക്കണം. ഇവരെയൊക്കെ ജനം ചുമക്കണമെന്ന് പറയുന്നതിന് എന്ത് വസ്തുതയാണുള്ളത്? ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ ഈ കടൽക്കിഴവന്മാരെ അടിച്ചേൽപ്പിക്കുന്ന ഈ മുന്നണികളെക്കുറിച്ച് എന്താ സാറേ പറയുന്നത്? പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്രാവശ്യം കണ്ണൂർ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കാരണമുള്ളത്, കടന്നപ്പള്ളി രാമചന്ദ്രനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആളുകൾ ഏതാണ്ട് മടുത്തു കഴിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ വോട്ട് കൊണ്ട് മാത്രം കണ്ണൂർ കടന്നപ്പള്ളി രാമചന്ദ്രന് ജയിക്കാൻ പറ്റില്ല. 2, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ കോവിഡ് കിറ്റ് ഇങ്ങനെയുള്ള കലാപരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ട് വളരെ കഴിഞ്ഞ തവണ 1745 വോട്ടിനാണ് കടന്നു കയറി. ഈ കോവിഡും കിറ്റും വന്നിട്ടും അതാ വന്നത്. അതിൽ അപ്പം അതുപോലെ ദാറ്റ് മീൻസ് കടന്നപ്പള്ളി രാമചന്ദ്രന് ഇപ്രാവശ്യം ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നെ C. രഘുനാഥ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സരിച്ച് പരിചയമുണ്ട് എന്ന് അദ്ദേഹം സാർ പറയുമ്പോഴേ, പക്ഷേ എങ്കിലും അതിനകത്ത് അവിടെ കണ്ണൂർ കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം വളരെ കുറവാണ് സാർ. മത്സരിച്ച് രഘുനാഥിന് പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ തോറ്റ് പരിചയമുണ്ടെന്നില്ലേ? ജയിച്ചല്ലല്ലോ പരിചയം, അല്ല തോറ്റല്ലേ പരിചയം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്രാവശ്യം വലിയ മാറ്റമൊന്നും അദ്ദേഹവും പ്രതീക്ഷിക്കുന്നില്ല, ആരും പ്രതീക്ഷിക്കുന്നില്ല. ഒരു നിശബ്ദ സാന്നിധ്യം. പിന്നെ എവിടെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസി എടുത്താലും അതാണ് BJP നമ്മൾ പഠിക്കേണ്ടത്. തോക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവർക്ക് വോട്ട് ചെയ്യാൻ ആളുണ്ട്. അതൊരു പാർട്ടിയുടെ ഫിലോസഫിയിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ്. ഇത് രഘുനാഥ് അല്ല, BJP എന്ന് പറയുന്ന പാർട്ടിക്ക് കിട്ടുന്ന വോട്ടാണ്. തോക്കുന്ന സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞാൽ പോലും 10,000-ഓ 25,000 ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 25,000 പേര് തോക്കുന്നൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയേക്കാൾ ശക്തനാണ് ഈ 20,000 25,000 വോട്ട് വാങ്ങിക്കുന്ന തോക്കുന്ന സ്ഥാനാർത്ഥി. അതുകൊണ്ട് രഘുനാഥ് ചിലപ്പോൾ വോട്ടിൻ്റെ നില ചിലപ്പോൾ അല്പം മെച്ചപ്പെടുത്തിയേക്കാം. കാരണം
മോദിയുടെ ഭരണം കേന്ദ്രത്തിൽ എല്ലാവർക്കും അക്സെപ്റ്റബിളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു വലിയ ചലനം നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ഇന്ത്യയിൽ ആകമാനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് കണ്ണൂർ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു ചെറിയ ഭാഗം സി രഘുനാഥിനും കിട്ടിയാൽ രഘുനാഥിന് അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ സാന്നിധ്യം ഒന്ന് കൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടാമെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു വോട്ടിംഗ് വർധന വരും. അതിനപ്പുറത്ത് അവിടെ ഒരു ത്രികോണ മത്സരമൊന്നുമില്ല. അവിടെ മത്സരം കടന്നപ്പള്ളിയും പിന്നെ ടി.ഒ. മോഹനുമായിട്ടാണ്. അദ്ദേഹം അവിടെ മേയറായിട്ടിരുന്ന ആളാണ്. ഞാൻ നോക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ടി.ഒ. മോഹൻ കണ്ണൂരിൽ ജയിച്ചു വരാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. പൊളിറ്റിക്കലി അതാണ് സാധ്യത ഞാൻ കാണുന്നത് അതാണ്. അപ്പോൾ അത് ഒരു വലിയ മാറ്റത്തിന് കൂടി വഴിയൊരുക്കും. കാരണം കണ്ണൂർ കോൺഗ്രസിൻ്റെ സ്വാഭാവിക കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ 24 ഇലക്ഷനിൽ എം.വി. ജയരാജൻ ഇവിടെ 43,000 പര വോട്ടാണ് ഈ മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞത്. രഘുനാഥ് തന്നെയായിരുന്നു. കെ സുധാകരന് 69,000 പര വോട്ടുകൾ അവിടെ ലഭിച്ചിരുന്നു. അപ്പോൾ ഇത് ബേസ് ഉണ്ട്. കൂട്ടത്തിൽ ഈ ഭരണവിരുദ്ധ വികാരവും കൂടിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും സാറി പറഞ്ഞതിനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ ജനം തീരുമാനിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.